ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളിലൂടെ വചനത്തിന് ഹൃദയം തുറന്നു കൊടുക്കുന്ന മനുഷ്യരാകാനായിട്ട് ഈശോ നമ്മളെ വിളിക്കുകയാണ്. ഈശോയുടെ സ്വർഗാരോഹണമാണ് ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം. ഉദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടിട്ടും വിശ്വസിക്കാത്ത സ്ലീഹന്മാരെ ഈശോ വീണ്ടും വന്നു കാണുകയാണ്. അവനവർക്ക് കൊടുക്കുന്നൊരു കഴിവുണ്ട്. വചനം ഗ്രഹിക്കുവാനായിട്ട് ഈശോ അവരുടെ ഹൃദയങ്ങൾ തുറക്കുകയാണ്. 3 വർഷക്കാലം അവനവരെ കൂടെ കൊണ്ടു നടന്നു. അവനവരോട് വചനം പറഞ്ഞു കൊടുക്കുകയാണ്. താൻ ആരാണെന്നും തൻ്റെ വരവിൻ്റെ ലക്ഷ്യമെന്താണെന്നും ഒക്കെയും മിശിഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ 3 വർഷക്കാലം കൂടെ നടന്നിട്ടും അവൻ പറഞ്ഞ വചനത്തിൻ്റെ ശക്തി എന്താണെന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും മനസ്സിലാക്കാനായിട്ട് സ്ലീഹന്മാരുടെ മനസ്സ് ഈശോ തുറന്നു കൊടുക്കാതിരുന്നത്? കാരണം ഈശോ കടന്നു പോകേണ്ടിയിരുന്ന സഹനത്തിൻ്റെ ആഴമെന്താണെന്നറിഞ്ഞാൽ അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനും ശിഷ്യന്മാരെ കൊണ്ട് കഴിയില്ല. അവൻ കടന്നു പോകേണ്ടിയിരുന്ന സഹനത്തിൻ്റെ വലിയൊരു ആഴമുണ്ട്. മനുഷ്യപുത്രൻ മനുഷ്യരാൽ പിടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്യണമെന്ന് അവനിങ്ങനെ ഓരോ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അവർ മനസ്സിലായെന്നൊക്കെയാണ് പറഞ്ഞു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. കാരണം ആ സഹനത്തിൻ്റെ അർത്ഥമറിഞ്ഞാൽ, അതിൻ്റെ ആഴമറിഞ്ഞാൽ പിന്നെ ഈ ശിഷ്യന്മാർക്ക് ഇനി ജീവിച്ചിരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ സഹനം എന്നതിൻ്റെ ആഴം മറച്ചു പിടിക്കുകയാണ്. എന്നാൽ ഉദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപായിട്ടവൻ സഹനത്തിൻ്റെ ആന്തരികതകൾ മനസ്സിലാക്കാൻ അവർക്ക് കൃപ കൊടുക്കുകയാണ്. അവനവരുടെ ഹൃദയം തുറന്നു. മൂശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും തന്നെക്കുറിച്ചൊക്കെ പറയപ്പെട്ടത് കുരിശുമരണത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നും കുരിശിൻ്റെ ശക്തിയും സഹനത്തിൻ്റെ ആഴമെന്താണെന്നുമൊക്കെ സ്ലീഹന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് പിന്നീട് പൗലോസ് ഇങ്ങനെ ചോദിക്കുമല്ലോ, മിശിഹായുടെ സഹനത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവുമൊക്കെ അറിയാൻ കഴിയുമോ? മിശിഹായുടെ സഹനത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവുമൊക്കെ അറിയാൻ കഴിയുന്ന ഒന്നല്ല, അത് അനുഭവിക്കേണ്ടതാണ്. ഒന്നിനെയും ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളൊക്കെ അറിവിനേക്കാൾ ഉപരി അനുഭവങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തണം. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഉദ്ധാനശേഷമൻ ഹൃദയം തുറന്നു കൊടുക്കുകയാണ് വചനം ഗ്രഹിക്കാനായിട്ട്. വചനം ഗ്രഹിക്കുന്നവൻ പിന്നീട് ജീവിതത്തോട് സ്വീകരിക്കുന്നൊരു നിലപാടുണ്ട്. അത് ശക്തിയുടെ നിലപാടാണ്. അന്നുവരെയും ഭയപ്പെട്ടിരുന്ന സ്ലീഹന്മാർ ശക്തിയോടുകൂടെ പിന്നീട് മിശിഹായ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവർ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പന്തക്കുസ്തായിൽ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നവർ അവനെ പ്രഘോഷിക്കുകയാണ്. വചനത്തിൻ്റെ ഉള്ളർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സഹനങ്ങൾക്ക് പിന്നിൽ അതിൽ മറഞ്ഞിരിക്കുന്ന ശക്തി അറിയാൻ പറ്റൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൊക്കെ തളർന്നു പോകാറുണ്ട്. നമ്മുടെ ചില സഹനങ്ങളും നമ്മുടെ ചില തകർച്ചകളുമൊക്കെ നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് മിശിഹായോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയം തുറക്കണമേ. ഞാൻ ഈ കടന്നു പോകുന്ന അനുഭവങ്ങൾക്കൊക്കെ പിന്നിൽ നിൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് വചനം നമ്മളിൽ നിറവേറാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നത്. ഈശോ അവരുടെ ഹൃദയം തുറന്നു കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ സാക്ഷികളായിട്ട് മാറാനായിട്ടാണ്. നമ്മളെ ഓരോരുത്തരെയും വചനത്തിൻ്റെ വഴിയിലേക്ക് മിശിഹ വിളിക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. അവന് വേണ്ടിയിട്ട് സാക്ഷികളായിട്ട് മാറണം. എന്താണ് ഈ സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ? നമുക്ക് പലപ്പോഴും ഈ സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രോഗശാന്തി കിട്ടും. നമ്മളെല്ലാവരോടും പറയും അത് സാക്ഷ്യമായിട്ടല്ലേ. അല്ലെങ്കിൽ
പ്രതീക്ഷിക്കാതിരിക്കെ മക്കളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ അനുഗ്രഹം കടന്നോ നമ്മൾ പറയും അത് വലിയൊരു അനുഗ്രഹമാണ്, കർത്താവ് തൊട്ടതാണ്. എന്നാൽ അതിലുപരിയായിട്ട് സാക്ഷ്യമെന്ന് പറയുന്നത് സഹനത്തിൽ ചേർത്തു പിടിക്കുന്ന മിശിഹായെ ഞാൻ കണ്ടു എന്ന് പറയുന്നതാണ് സാക്ഷ്യം. യഥാർത്ഥ സാക്ഷ്യം അതാണ്. എൻ്റെ സഹനത്തിൻ്റെയും എൻ്റെ വേദനയുടെയും ഒക്കെ നടുവിൽ തമ്പുരാൻ എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാനായിട്ടുണ്ടെന്നൊരാൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, സഹനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് മിശിഹായാണ് എൻ്റെ കരുത്തെന്നും അവനാണ് എൻ്റെ കരുതലെന്നും പറയാനായിട്ടും ഏറ്റുപറയാനായിട്ടും കഴിയുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള മിശിഹായുടെ സാക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്ലീഹ ചോദിക്കുന്നത്, മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? രോഗമോ ദുരിതമോ പട്ടിണിയോ ആപത്തോ വാളോ ഒന്നിനും മിശിഹായുടെ സ്നേഹത്തിൽ തന്നെ മാറ്റാൻ കഴിയില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ സാക്ഷ്യം. കിട്ടിയ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളല്ല, മറിച്ച് ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങൾക്ക് നടുവിൽ തമ്പുരാനാണ് എൻ്റെ കരുത്തെന്നും അവനാണ് എൻ്റെ കാവലെന്നും ഞാൻ പറയാനായിട്ടുള്ള ആത്മധൈര്യവും വിശ്വാസവും കാട്ടുമ്പോൾ നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഈശോയാണ് ഏകരക്ഷകൻ, അവനാണ് ഏകരക്ഷകൻ. നമ്മൾ വിളിച്ചു പറയുകയാണ്. സഹനത്തിൻ്റെ നടുവിൽ തമ്പുരാൻ്റെ കാവലും അവൻ്റെ കരുതലും ഏറ്റുപറയാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ ഞാനും നിങ്ങളും സാക്ഷികളാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഓടണ്ട കേട്ടോ. ഓരോ ദിവസവും കടന്നു പോകുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ ഓരോ പ്രഭാതത്തിലുണർന്ന് ആ രാത്രിയിൽ ഞാനും നിങ്ങളുമൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ കടന്നുപോയ എല്ലാ നൊമ്പരങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നെഞ്ചിലേക്ക് കൈവച്ചിട്ട് തമ്പുരാനെ നിൻ്റെ കാവലിന് നന്ദി എന്ന്, ഈ ദിനം നീ തന്ന സംരക്ഷണയ്ക്ക് നന്ദി എന്ന് പറയാൻ കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ സാക്ഷികളായിട്ട് മാറി. നമ്മൾ ആരും വലിയ വചനപ്രഘോഷണ വേദികളൊന്നും ഉറക്കെ വിളിച്ച് പറയണ്ട. ജീവിക്കുന്നിടങ്ങളിൽ നൽകപ്പെട്ട അനുഭവങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് തമ്പുരാനെ നന്ദി എന്ന് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ സാക്ഷ്യമെന്ന് പറയുന്നത്. ഈ വചനത്തിൻ്റെ അനുഭവം കിട്ടിയ ഒരാൾക്ക് പിന്നീട് ഒരിക്കലും സാക്ഷിയാകാതിരിക്കാനായിട്ട് പറ്റില്ല. ഒരിടവകയിൽ വെച്ച് പരിചയപ്പെട്ടൊരു ചേട്ടനുണ്ട്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എന്ത് കണ്ടാലും പ്രതികരിക്കും. അത് വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ പ്രതികരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. അത് പ്രതികരണങ്ങൾ പലപ്പോഴും വളരെ തീവ്രമാണ്. ഒരു പൊതുയോഗമൊക്കെ കൂടിയാൽ വായി വരുന്നതൊക്കെ ഇങ്ങനെ അദ്ദേഹം വിളിച്ചു പറയുക. എതിര് കണ്ടാലേ മോശമായിട്ടെന്നല്ല, പക്ഷേ എതിർപ്പിൻ്റെ അതും ഭയങ്കര അരിശത്തോട് പ്രതികരിക്കും. അങ്ങനെ അദ്ദേഹം എന്നാൽ എല്ലാത്തിനും ഉപകാരിയായൊരു ആളാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ വന്നിട്ട് വളരെ ശാന്തനായിട്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാനുണ്ടെങ്കിൽ പോലും വളരെ സൗമ്യമായിട്ട് പ്രതികരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ പൊതുയോഗത്തിന് മുമ്പ് വളരെ മാനസികമായിട്ട് ഒരുങ്ങിയാണ് ചെന്നത്. ഈ മനുഷ്യരോട് പറയേണ്ട മറുപടികൾ അദ്ദേഹത്തെക്കാട്ടിൽ ശാന്തമായിട്ട് പറയാൻ എന്നെ തന്നെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം വളരെ വളരെ ശാന്തമായിട്ട് മറുപടി പറയുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, പൊതുയോഗം കഴിഞ്ഞിറങ്ങിയപ്പം എന്ത് പറ്റി? ഇല്ല, ധ്യാനം എല്ലാം കൂടാൻ ഇത്രയും വലിയൊരു മാറ്റം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ, ഞാൻ പോലും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ ഭാര്യ, അവളിങ്ങനെ എല്ലാ ദിവസവും ഡയറിയിൽ എന്തൊക്കെ എഴുതുന്ന കാണാൻ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്ന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ആ ഡയറി ഒന്ന് വെറുതെ എടുത്ത് മറച്ചു നോക്കിയപ്പം കാണുന്നത് എൻ്റെ ഭാര്യ ആ ഡയറിയിൽ വചനങ്ങൾ എഴുതുകയാണ്. ഓരോ വചനം എഴുതുമ്പോഴും അതിൻ്റെ ചുവട്ടിൽ അവൾ എഴുതി വയ്ക്കും, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ ഈ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവമാണ്, മാറ്റണമേ എന്ന് മാത്രം എഴുതും. അദ്ദേഹം പറയുക, അച്ഛാ ഏതാണ്ട് 10ഓളം ഡയറികളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾ മടുപ്പ് തോന്നാതെ എഴുതുകയാണ്. ഇത് കാണുന്ന എന്നെ വല്ലാതെ അത്ഭുതങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വരികയാണ്. പിന്നീട് ആ മനുഷ്യൻ പോയിരുന്ന് വചനം വായിക്കുകയാണ്.
അദ്ദേഹം പോയിരുന്ന് വായിക്കാൻ തുടങ്ങുന്നത് 23-ാം സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. പിന്നീട് അദ്ദേഹം ദിവസവും ഇത് തന്നെ വായിച്ച് മുൻപോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ പരിപാലന, ഇടയനായവൻ്റെ സംരക്ഷണം അദ്ദേഹം ഇങ്ങനെ വായിച്ചു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് അവസാനം പറയുക, അച്ഛാ, അവളുടെ ത്യാഗവും വചനത്തിൽ ഞാൻ കണ്ട മിശിഹായെയും തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ശക്തിയല്ല സ്നേഹമാണ് ക്രൈസ്തവ ജീവിതം. ശക്തിയല്ല സ്നേഹമാണ് ക്രൈസ്തവ ജീവിതം. ഒരാളെ വചനം സ്പർശിക്കുമ്പോൾ, ഒരാൾ വചനത്തിന് വേണ്ടിയിട്ട് ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ഒരാളിൽ വരുന്ന വലിയ മാറ്റമാണിത്. നമുക്ക് കുർബാന അർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹന്മാരുടെ ഹൃദയം തുറന്നതുപോലെ, വചനത്തിന് വേണ്ടി അവരുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നീയാണ് ഏകരക്ഷകൻ എന്നത്, സഹനങ്ങളിൽ നീയാണ് ഏകരക്ഷകൻ എന്ന് ഏറ്റുപറയാനായിട്ടുള്ള കൃപ തരണമേ എന്നും സാക്ഷികളാക്കണം. നമുക്ക് ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.